ഹായ് ഡിയേഴ്സ്, നമുക്കൊരു ചോക്ലേറ്റ് മൂസ് ഉണ്ടാക്കിയാലോ? എല്ലാവരും കണ്ടിട്ടുള്ള ആ വൈറലായിട്ടുള്ള റെസിപ്പി തന്നെ നമ്മുടെ ബോയിൽഡ് എഗ്ഗ് വെച്ചിട്ടുള്ള ഹൈ പ്രോട്ടീൻ റിച്ച് ഡെസേർട്ട്. അതിന് വേണ്ടിയിട്ട് ഞാൻ 2 ബോയിൽഡ് എഗ്ഗ് എടുത്തിട്ടുണ്ട്. അത് ബ്ലെൻഡറിലേക്ക് ഇട്ട് കൊടുക്കുക. അതിൻ്റെ കൂടെ തന്നെ പാലിൽ സോക്ക് ചെയ്ത് വെച്ച ആൽമണ്ടും വാൽനട്ടും ഡേറ്റ്സും ഉണ്ട് കേട്ടോ. അത് സ്കിന്നും അതുപോലെ തന്നെ സീഡ്സൊക്കെ റിമൂവ് ചെയ്തിട്ട് ആ പാലോട് കൂടി അതിലേക്ക് ചേർത്ത് കൊടുക്കുക. 2 ടേബിൾ സ്പൂൺ കൊക്കോ പൗഡർ ചേർത്ത് കൊടുക്കുക. പിന്നെ മിൽക്ക് വേണമെങ്കിൽ കുറച്ചുകൂടി ചേർത്ത് കൊടുക്കാം. പിന്നെ മധുരത്തിന് നിങ്ങൾക്ക് ഹണി ചേർത്ത് കൊടുക്കുക. ഞാനിവിടെ ഹണി ചേർക്കുന്നില്ല, ഈ ഡേറ്റ്സ് നല്ല മധുരമുള്ളതുകൊണ്ട് തന്നെ. പിന്നെ 1 ടീസ്പൂൺ വാനില എസൻസ് കൂടി ചേർക്കണം. ഞാൻ വാനില എസൻസ് ആദ്യം ചേർക്കാൻ മറന്നുകൊണ്ടാണ് പിന്നീട് ചേർത്തിട്ട് വീണ്ടും ബ്ലെൻഡ് ചെയ്തെടുത്തത്. എന്നിട്ട് നമുക്ക് സെർവ് ചെയ്യേണ്ട ബൗളിലേക്ക് അത് ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് 2 മണിക്കൂർ നമുക്കത് ഫ്രിഡ്ജിൽ റെസ്റ്റ് ചെയ്യാൻ വയ്ക്കുക. എന്നിട്ട് തണുപ്പിച്ചെടുത്ത് കഴിഞ്ഞതിന് ശേഷം നമ്മുടെ ചോക്ലേറ്റ് മൂസിൻ്റെ മുകളിലേക്ക് കുറച്ച് കൊക്കോ പൗഡറും കൂടി സ്പ്രെഡ് ചെയ്ത് കൊടുത്താൽ നല്ല അടിപൊളി ഡെസേർട്ട് ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. നവംബർ 29 റാഫിക്കാൻ്റെ ബർത്ത്ഡേ ആയിരുന്നു. അപ്പോൾ ആൾക്കൊരു സർപ്രൈസായിട്ട് ഒരു ഹൈ പ്രോട്ടീൻ ഡെസേർട്ട് തന്നെ ഉണ്ടാക്കി കൊടുക്കാമെന്ന് വിചാരിച്ചു. നോർമലി ഞാനൊരു സ്പൈസി കേക്കാണ് ഉണ്ടാക്കാറ്, ആൾക്ക് മധുരത്തിനോട് വലിയ ഇഷ്ടമില്ലാത്തതുകൊണ്ട്. അപ്പോൾ ഇതാ കഴിച്ചപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. ട്രസ്റ്റ് മീ ഗായ്സ്, ഇറ്റ്സ് സൂപ്പർ യമ്മി ടേസ്റ്റി ഒരു ഡെസേർട്ട് തന്നെയാണ് കേട്ടോ. ഷുഗർ ചേർത്തില്ല എന്നൊന്നും പറയില്ല. മക്കൾ കഴിക്കുന്ന കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. ഭയങ്കര ടേസ്റ്റായ ഒരു ഡെസേർട്ടാണ്. ഇതിന് മുട്ടയുടെ സ്മെല്ലൊന്നും ഞങ്ങൾക്ക് ഫീൽ ചെയ്തിട്ടില്ല കേട്ടോ. അപ്പോൾ അതായത് എത്ര മിനിറ്റുകൾ കൊണ്ടാണ് ഇത് തീർന്നതെന്ന് എനിക്ക് പറഞ്ഞറിയിക്കാൻ വയ്യ. അവസാനം ഒരു ചെറിയ ഗിഫ്റ്റും കൂടി കൊടുത്ത് ഞങ്ങളുടെ ഈ ബർത്ത്ഡേ സെലിബ്രേഷൻ ഇവിടെ അവസാനിപ്പിച്ചിരിക്കും.